കരയല്ലേ മോളെ. എന്റെ കുട്ടി ചീത്തയെന്ന് ആരാ പറഞ്ഞത്? ഒന്നുമില്ല, പോട്ടെ, ചേച്ചിയുണ്ടൊപ്പം, സാരമില്ല. പ്രിയയെ അവൾ വാരിയെടുത്ത് മാറോട് ചേർത്തു. തന്റെ മാറിടം അവളുടെ കണ്ണീരാൽ കുതിരുന്നത് അവൾ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ അറിയുന്നുണ്ടായിരുന്നു. മഹാദേവ, എന്റെ കുട്ടി. തീർത്ഥയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. മെല്ലെ പ്രിയയുടെ കരച്ചിൽ നിൽക്കുന്നത് അവൾ അറിഞ്ഞു. നോക്കുമ്പോൾ പ്രിയ ഉറക്കത്തിലേക്ക് വീണിരുന്നു. തീർത്ഥ പ്രിയയെ എടുത്ത് ബെഡിലേക്ക് കിടത്തി അടുത്ത് കിടന്ന കസേരയിൽ തലയിൽ കൈ കൊടുത്തിരുന്നു. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ കുട്ടിയെ ആരെയും ഉപദ്രവിച്ചിട്ടുണ്ടാവോ? അവളിൽ ഒരു നടുക്കമുണ്ടായി. നേരത്തെ കൊടുത്ത സെഡേഷന്റെ മയക്കമാണ്. കുറച്ചു മണിക്കൂർ ഉറങ്ങട്ടെ നന്നായിട്ട്. പ്രിയയുടെ മനസ്സിന് പേടി തട്ടുന്ന അല്ലെങ്കിൽ വല്ലാതെ അസ്വസ്ഥമാക്കിയ എന്തോ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറിന്റെ വാക്കുകൾ കേട്ടാണ് തീർത്ഥ തലയുയർത്തിയത്. ഡോക്ടർ, അവളെ ആരെങ്കിലും ഫിസിക്കലായി? അവളുടെ വാക്കുകൾ ഇടറിപ്പോയി. ഇല്ലടോ, അതൊന്നുമില്ല, ഇത് മറ്റെന്തോ ആണ്. കുട്ടി ഉണരുമ്പോൾ താൻ ഇവിടെ ഉണ്ടായാൽ നല്ലതാണ്. ഇയാളുടെ പ്രസൻസ് കുട്ടിയെ നന്നായി കംഫർട്ടാക്കുന്നുണ്ട്. ഓക്കെ ഡോക്ടർ. ഡോക്ടർ പുറത്തേക്ക് നടന്നു. അവൾ വാർഡന്റെ നേരെ തിരിഞ്ഞു. ചേച്ചി വേണേ പൊക്കോളൂ ട്ടോ, അവിടെ പിള്ളേരുടെ കാര്യമൊക്കെ നോക്കാനില്ലേ? ഞാൻ വിളിക്കുക ഇടയ്ക്ക്. ഞാൻ ചെല്ലട്ടെ. കയ്യിൽ കാശിരിപ്പുണ്ടോ? ഉണ്ട് ചേച്ചി. അവളുടെ വാക്കുകളിലെ പതർച്ച മനസ്സിലാക്കി അവർ കയ്യിലെ പേഴ്സ് തുറന്ന് 2000-ന്റെ ഏതാനും നോട്ടുകൾ എടുത്ത് തീർത്ഥയുടെ കയ്യിലേക്ക് നിർബന്ധിച്ചു കൊടുത്തു. എന്താ ചേച്ചി ഇത്? ഇത് വെച്ചോ, എത്രയാവോന്ന് അറിയില്ലല്ലോ. പിന്നെ പ്രിയ എനിക്കും എൻ്റെ മകളുടെ സ്ഥാനത്ത് തന്നെയാ. ഞാൻ പോയിട്ട് ഉച്ചയ്ക്ക് വരാം. തീർത്ഥയുടെ തലയിൽ തലോടിക്കൊണ്ട് അവർ പറഞ്ഞു. എന്നിട്ട് അവർ ബാഗും എടുത്ത് ഇറങ്ങി. തീർത്ഥ ആ ഇടനാഴിയിലൂടെ നടന്നു നീങ്ങുന്ന അവരെ ഉറ്റുനോക്കി നിന്നു. ഒരുപാട് സ്നേഹത്തോടെ. പലപ്പോഴും രക്തബന്ധത്തെക്കാൾ പവിത്രമായിരിക്കും ഹൃദയം കൊണ്ടുള്ള ബന്ധങ്ങൾ. ഹർഷൻ രാവിലെ തന്നെ വണ്ടിയും എടുത്തിറങ്ങി. രഞ്ജിത്തിനെ ഒപ്പം വിളിച്ചെങ്കിലും അവനെന്തോ തിരക്കുണ്ടെന്ന് പറഞ്ഞു മാറി. പ്രൈവസി തരാനാണെന്ന് ഹർഷന് മനസ്സിലായി. അവൻ വണ്ടി മുന്നോട്ട് പായിച്ചു. അതേസമയം അർജുനും ജ്വാലയും അവന്റെ ഹോട്ടലിലേക്ക് തിരികെ വന്നു. അവൻ ഫോൺ എടുത്ത് മാനേജരെ വിളിച്ച് ഭക്ഷണം കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ കൊണ്ടുവന്നതും അവൻ അയാളോട് എക്സ്പ്ലനേഷൻ ചോദിച്ചു. അയാൾ നിന്ന് വിയർക്കുന്നത് കണ്ടപ്പോഴേ അർജുന് കാര്യം പിടികിട്ടി. കൊള്ളാം, താനും കൂടെ നിന്ന് നന്നായിട്ടങ്ങ് പണിഞ്ഞല്ലേ. എൻ്റെ ഷെഡ്യൂൾ ചേർന്നപ്പോഴേ എനിക്ക് തോന്നി. ഞാൻ തന്നെ മാത്രമേ ഇങ്ങോട്ട് വരുന്ന കാര്യം അറിയിച്ചിരുന്നുള്ളൂ. തന്നെ കൈവെക്കാത്തത് തൻ്റെ 2 പിള്ളേരെ ഓർത്താം. തൻ്റെ മുതലാളി ഇപ്പം സെൻട്രൽ ജയിലിലേക്കുള്ള യാത്രയിലാണ്. എന്തായാലും നിനക്കുള്ള പണി പുറകെ തരാം. നീ ഇനി ഇവിടെ വേണ്ട, പോയിക്കോ. അവൾ ഭക്ഷണം കഴിച്ചു തുടങ്ങിയതും അവൻ അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ അവനെ നോക്കി. തൻ്റെ അപ്പാടെ കാര്യം, ഇങ്ങനൊരു മകളുള്ളത് മറ്റാർക്കും അറിയില്ല. ആരൊക്കെയാ ഇതിന് പിന്നിലെന്നും. അവരുടെ കയ്യിൽ തെളിവുകൾ കിട്ടാത്ത സ്ഥിതിക്ക് അവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെന്നാൽ അത് അപകടം ഉണ്ടാക്കും. നമുക്ക് അപ്പായെ കാണാം. ഇപ്പൊ ബോഡി മോർച്ചറിയിലാണ്. എൻ്റെ ഒരു ഏട്ടൻ പോലീസാണ്. പുള്ളി വഴി നമുക്ക് ചെല്ലാം. എന്തുമാത്രം വിഷമം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാൻ ജ്വാല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. തെളിവുകളോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒക്കെ പറയാൻ ഞാൻ. എനിക്ക് മനസ്സിലാവും അർജുൻ. വിടില്ല ആരെയും ഞാൻ. അവളുടെ ഉള്ളിൽ നിന്നും പ്രതികാരത്തിന്റെ ചുവപ്പാർന്ന ലാവ തിളച്ചു മറഞ്ഞു. അവൻ അവളെ ചേർത്തു പിടിച്ചു. എന്തിനും എന്നും ഒപ്പമുണ്ടെന്ന പോലെ ഹർഷന്റെ കാർ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം ഒരിടത്ത് ചെന്ന് നിന്നു. അവൻ തലയുയർത്തി വശത്ത് കാണുന്ന കെട്ടിടത്തിലേക്ക് നോക്കി. സബ് ജയിൽ. അവൻ ഉള്ളിലേക്ക് നടന്നു. ഹലോ, ഐ എം ഹർഷവർദ്ധൻ, ക്രൈംബ്രാഞ്ച് AC ആണ്. ഹലോ സർ, ജീവൻ, CI ആണ്. ജയിൽ സൂപ്രണ്ട് സല്യൂട്ട് ചെയ്തിട്ട് കൈ കൊടുത്തു. ഞാൻ വിളിച്ചിരുന്നു. യെസ്, 8 മണിക്കാണ് റിലീസ്. ഓക്കെ, സാർ അവിടെ വെയിറ്റ് ചെയ്താൽ മതി. ഓക്കെ ജീവൻ. ഓരോ നിമിഷങ്ങളും യുഗങ്ങൾ പോലെ അവന് തോന്നി. അവന്റെ നെഞ്ചിടിപ്പേറി. CI ജീവനൊപ്പം നടന്നു വരുന്ന ആളെ കണ്ട അവന്റെ കണ്ണുകൾ നിറഞ്ഞു. ആ രൂപം കണ്ട് നെഞ്ചു പൊട്ടിപ്പോയി. അവൻ കാണുകയായിരുന്നു തൻ്റെ പ്രാണനെ, ദേവഭദ്രയെ, ഹർഷന്റെ, അവന്റെ മാത്രം ഭദ്രകാളി. അവൻ അവളെ നോക്കി. കുഴിഞ്ഞ കണ്ണുകൾ, ചുറ്റും കറുപ്പ് പടർന്നിരിക്കുന്നു. കൈകളിൽ മുറിവുകളുമുണ്ട്. ഭദ്ര, അവൻ ഇടർച്ചയോടെ വിളിച്ചു. അവനെ കണ്ട ആ മിഴികൾ ഒന്ന് വിടർന്നുവോ അറിയില്ല.
നിർവികാരമായൊരു മുഖഭാവത്തോടെ നിൽക്കുന്ന ഭദ്രയെ കണ്ട അവന്റെ കണ്ണുകൾ ചുവന്നു കലങ്ങി. അവൻ പുറത്തേക്കിറങ്ങി, ഒപ്പം ജീവനും. സർ, അയാളുടെ ആൾക്കാരാണ്. ദേഹോപദ്രവം ഉണ്ടായിട്ടുണ്ട്. ചതവൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം കാണുമ്പോൾ. പിന്നെ പ്രസാദിന്റെ മോനെ ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസായതുകൊണ്ട് അയാൾ പരമാവധി ഉപദ്രവിച്ചിട്ടുണ്ട് പലരിലൂടെയും. വലിയ ബിസിനസ്മാൻ അല്ലേ. എന്തായാലും സാർ സൂക്ഷിക്കണം. അവളുടെ അനിയത്തിയെ കൊന്നവനെ അവൾ എന്ത് ചെയ്യണമായിരുന്നു? അവൻ ചത്തെന്ന് കരുതിയതാ. പക്ഷെ കഴുത്തിന് താഴേക്ക് ഇനി ചലിക്കില്ലെന്ന്. കിടപ്പാണ്. അവനൊന്നും അങ്ങനെ പെട്ടെന്ന് ചാകരുത് സാറേ. ചേറ്റ, അവനെ അനുഭവിച്ചു തന്നെ തീരണം. എത്ര പാവം പെൺകുട്ടികളാണെന്നറിയോ ആ പന്നിയുടെ കൈ കൊണ്ട്. ജീവന്റെ മുഖം രോഷം കൊണ്ട് വലിഞ്ഞു മുറുകി. ഹർഷൻ ഭദ്രയെ കണ്ട നാളുകൾ ഓർക്കുകയായിരുന്നു. 5 വർഷങ്ങൾക്ക് മുൻപ്. അന്ന് ഹർഷൻ പാലക്കാട് ASP ആയിരുന്നു. അന്ന് സുൽത്താൻപേട്ടിലെ ഒരു ലോക്കൽ സ്റ്റേഷനിൽ ഇൻസ്പെക്ഷന് വേണ്ടി പോയതായിരുന്നു താൻ. അവിടെ വെച്ചാണ് മകനെ ഉപദ്രവിച്ചെന്ന പേരിൽ ഒരു അച്ഛനും അമ്മയും കേസ് കൊണ്ടുവരുന്നത്. അയാൾ നാട്ടിലെ ലോക്കൽ നേതാവുമായിരുന്നു. ആ പയ്യൻ ഹോസ്പിറ്റലിലാണ്. മൂക്കിന്റെ പാലം പൊട്ടിയെന്നും മർമ്മത്തിട്ടും നല്ലപോലെ കിട്ടിയിട്ടുണ്ടെന്നും PC പറയുന്നുണ്ടായിരുന്നു. ആരാണ് ഇമ്മിനി തല്ലുകൂട്ടിയതെന്ന് ഓർക്കുമ്പോഴാണ് അവൾ തന്റെ ഭദ്ര സ്റ്റേഷനിനുള്ളിലേക്ക് കയറി വരുന്നത്. വേഷം കണ്ടപ്പോൾ മനസ്സിലായി ആൾ വക്കീലാണെന്ന്. നല്ല ദേഷ്യത്തിലായിരുന്നു വരവ്. SI എന്തൊക്കെയോ പറഞ്ഞ് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഒടുവിൽ താൻ അവിടേക്ക് ചെന്നു. SI സല്യൂട്ട് ചെയ്തു മാറി. ഓഹോ, വല്യമാന്മാരൊക്കെ വന്നോ? ഇനിയിപ്പൊ കേസ് ഒതുക്കാൻ എളുപ്പമായിരിക്കുമല്ലോ അല്ലേ? അവൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുവാണ്. എന്താണോ പ്രശ്നം? സർ, ഈ കുട്ടി ഒരു പയ്യനെ മർദ്ദിച്ചു എന്നാണ് കേസ്. ഇയാളുടെ പേരെന്താ? ഭദ്ര, ദേവഭദ്ര. അപ്പൊ ഭദ്ര ദേവഭദ്ര പറയ. എന്തിനാ പയ്യനെ തല്ലിയത്? അവളുടെ മുഖം ചുവന്നു വരുന്നത് ഞാൻ കണ്ടു. സ്വർണ്ണ നിറമാർന്ന അവളുടെ മുഖത്തിൽ ആ വെള്ളക്കൽ മൂക്കുത്തി വെച്ച ദേഷ്യം കൊണ്ട് ചുവന്ന് വിറയ്ക്കുന്ന മൂക്കിന് വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. ഭദ്ര ദേവഭദ്രയല്ല, ദേവഭദ്ര. അപ്പോൾ ഇയാൾ പറയ എന്തിനായിരുന്നു? ഞാൻ കോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ അനിയത്തിയെ കോളേജിലേക്ക് കൊണ്ടുചെന്ന് ക്ലാസ്സിലേക്കാക്കാൻ നിൽക്കുമ്പോൾ കണ്ടത് ഇവരുടെ സൽപുത്രൻ ഒരു പെൺകുട്ടിയെ കയറി പിടിക്കാൻ നോക്കുന്നതാ. അവന് രാത്രി ഇവളെ വേണമെന്ന്, അതും റാഗിങ് എന്ന് പറഞ്ഞിട്ട് പെൺപിള്ളേർ പോലും കണ്ട് ചിരിച്ചോണ്ട് നിൽക്കുന്നു. അതാണ് ഞാൻ കൈവച്ചത്. പെണ്ണെ, വെറുതെ കഥയിറക്കല്ലേ. ആ പയ്യന്റെ അമ്മ അവൾക്ക് നേരെ ചീറി. എന്നാലേ ഞാൻ നാളെ പെൺകുട്ടിയും കൊണ്ട് അവനെതിരെ പരാതി കൊടുത്തേക്കാം. അപ്പൊ വിശ്വാസമാകുമല്ലോ. സാക്ഷികളായി ഞാനും ഉണ്ട്, നട്ടിലുള്ള ആരെങ്കിലും കൂടെ ഉണ്ടാവുകയും ചെയ്യും. കേസെന്ന് കേട്ടപ്പോൾ അവർ മെല്ലെ വലിഞ്ഞു. അപ്പൊ എങ്ങനെയാ കാര്യങ്ങൾ? തെറ്റ് ഇയാളുടെ മകന്റെ പേരിലുമുണ്ട്. മോന് ജയിലിന്റെ അകത്ത് സുഖവാസം ആവാ. ഇനി കേസൊന്നും വേണ്ട. അതും പറഞ്ഞ് അവർ ഭർത്താവിനെയും കൊണ്ട് അവിടുന്ന് പോയി. ഭദ്രയും ഇറങ്ങാൻ പോയപ്പോൾ അവനവളെ പിന്നിൽ നിന്ന് വിളിച്ചു. എടോ, എന്നെ മേലാൽ നീ കണ്ടേക്കുന്ന ഏമന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ നിൽക്കരുത്. മനസ്സിലായോ? ഭദ്രകാളി. എന്താടാ വിളിച്ചത്? ഭദ്രകാളിന്ന്. ദേഷ്യപ്പെട്ടപ്പോ അതുപോലെ തന്നെയാ സ്വഭാവവും രൂപവും. മീശത്തുമ്പ് കടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൾ ചവിട്ടിത്തുള്ളി അവിടുന്ന് ഇറങ്ങി. ഹർഷനിൽ ഒരു ചെറു പുഞ്ചിരി വിടർന്നു. ഹർഷ, ഹർഷ. ജീവൻ വിളിച്ചപ്പോഴാണ് അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നത്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പ്രിയ ഉണർന്നു. അവൾക്ക് വല്ലാത്ത ക്ഷീണം തോന്നി. തീർത്ഥ അവൾ ഉണർന്നത് കണ്ട് അവളുടെ അടുത്തേക്കിരുന്നു. മോളെ, എന്താടാ? ചേച്ചിയോട് പറയാ. തീർത്ഥ മെല്ലെ പ്രിയയുടെ തലയെടുത്ത് അവളുടെ മടിയിൽ വെച്ച് ശിരസിലൂടെ മെല്ലെ തഴുകി. എന്നെ വെറുക്കുവോ ചേച്ചി കെട്ട് കഴിയുമ്പോ? ഇല്ല മോളെ, ചേച്ചിക്ക് എങ്ങനെ എൻ്റെ കുഞ്ഞിനെ വെറുക്കാൻ പറ്റുന്നേ? പ്രിയ മെല്ലെ പറഞ്ഞു തുടങ്ങി. ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ചു നാളായപ്പോൾ 2-3 പേര് പ്രപ്പോസ് ഒക്കെ ചെയ്തിരുന്നു ചേച്ചി. എനിക്ക് അങ്ങനെയൊന്നും ആരോടും തോന്നിയില്ല, മുൻപും തോന്നിയിട്ടില്ല. ചേച്ചിക്കറിയാലോ. അങ്ങനെ ഇരിക്കെ ഞാനൊരു ദിവസം PG ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു ചേച്ചിയെ കണ്ടു. രക്ഷ രാമകൃഷ്ണൻ. നന്നായി പാടുന്ന പഠിക്കുന്ന ഒരു ചേച്ചി. ഇരുനിറമാണെങ്കിലും വല്ലാത്തൊരു ഭംഗിയുണ്ട്. എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോട് പെരുമാറുന്നതേ കണ്ടിട്ടുള്ളൂ. ഒരു ദിവസം ക്യാൻറ്റീനിൽ വെച്ച് ഞങ്ങൾ ഇത്തിരി നേരം സംസാരിച്ചു. ആ ചേച്ചി 2 ദിവസം കഴിഞ്ഞ് ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന്. എനിക്ക് അന്ന് ആ ചേച്ചിയെ വിട്ടു പോവാനേ തോന്നിയില്ല. എപ്പോഴും ഒപ്പം വേണമെന്നൊക്കെ തോന്നിപ്പോയി. പിന്നെ കാത്തിരിപ്പായിരുന്നു ആ ദിവസത്തിന് വേണ്ടി.
ചേച്ചി ഹോസ്റ്റലിൽ വരാൻ. എന്നും കാണാലോ, ഒന്ന് കാണാൻ, ഒന്ന് സംസാരിക്കാൻ മനസ്സ് വല്ലാതെ വെമ്പൽ കൊണ്ടു. ചേച്ചിയോട് എന്നും സംസാരിക്കാൻ പറ്റുമെന്ന് ഓർത്തപ്പോൾ മനസ്സിലൊരു കുളിർമ തോന്നി. എനിക്ക് പോലും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ ഞാൻ ഇങ്ങനെയെന്ന്. അങ്ങനെ ചേച്ചി വന്നു. പ്രതീക്ഷിക്കാതെ എൻ്റെ റൂംമേറ്റായി. എന്തെന്നില്ലാത്ത സന്തോഷം, അതായിരുന്നു അപ്പോഴുള്ള എൻ്റെ ഭാവം. മുറിയിൽ ഇരിക്കുമ്പോൾ ഒരു നോട്ടത്തിന് വേണ്ടി മനസ്സ് കൊതിക്കും. കോളേജിൽ ചെന്നാലും വീണ്ടും കാണാൻ തോന്നും. ഞാൻ ചേച്ചിയുടെ ക്ലാസ്സിലേക്ക് പോകും. ഇന്റർവെൽ ടൈമിൽ ഞങ്ങൾ ഒത്തിരി അടുത്തു. എന്നും ഒത്തിരി സംസാരിക്കും. എനിക്ക് ചേച്ചിയോട് സംസാരിച്ചില്ലെങ്കിൽ, ഒന്ന് കണ്ടില്ലെങ്കിൽ ഒട്ടും പറ്റില്ല. ചേച്ചി എൻ്റെ അടുത്ത് വരുമ്പോൾ ശരീരം വിറയ്ക്കും. വല്ലാത്തൊരു പരിഭ്രമം എന്നെ പൊതിയും. ചേച്ചിയോട് മറ്റാരും അധികം സംസാരിച്ചാലോ അടുത്താലോ എനിക്ക് ദേഷ്യം വരും. ഒരു ദിവസം രാത്രി എനിക്ക് നല്ല പനിയായിരുന്നു. ഭക്ഷണം കഴിക്കാൻ നേരം ചേച്ചി എനിക്ക് ഭക്ഷണം മുറിയിൽ കൊണ്ട് തന്നു. കഴിക്കാൻ മടിച്ചിരുന്ന എനിക്ക് വാരി തന്നു. ആ നിമിഷം വല്ലാത്തൊരു തരിപ്പായിരുന്നു ശരീരമാകെ. ചേച്ചി എന്നെ അത് മുഴുവൻ ഊട്ടി. അന്ന് ഞാൻ ചേച്ചിയുടെ കണ്ണുകളിൽ കണ്ടത് വാത്സല്യവും സ്നേഹവും കലർന്ന പോലുള്ള ഭാവമായിരുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മമ്മ പോലും സ്നേഹത്തോടെ എന്നെ നോക്കിയിട്ട് പോലുമില്ല. ചേച്ചിക്ക് അറിയാലോ, അന്ന് ചേച്ചി ഉറങ്ങാതെ എനിക്ക് കൂട്ടിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും എന്നിലെ മാറ്റങ്ങൾ ഭ്രാന്തമായ ഒരവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു. ഉറക്കമില്ലാതെയായി. ആരോട് ചോദിക്കണമെന്ന് പോലും എനിക്കറിയില്ല. ഒടുവിൽ ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അതിൽ പറയുന്നത് 2 സ്ത്രീകൾ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചാണ്. ഞാൻ അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്തു. എന്നിലെ മാനസികവും ശാരീരികവുമായ മാറ്റങ്ങൾ ശരിക്കും ആ വീഡിയോയിലും ഗൂഗിളിൻ്റെ റിസൾട്ടിലും പറഞ്ഞിരിക്കുന്നത് പോലെയായിരുന്നു. എനിക്ക് മനസ്സിലായി, ഞാനൊരു സ്വർഗാനുരാഗിയാണെന്ന്. ഐ എം എ ലെസ്ബിയൻ. അതാണ് എൻ്റെ ഐഡന്റിറ്റി എന്ന്. അതിലുപരി എനിക്ക് രക്ഷച്ചൊരു പ്രണയമാണെന്ന്. പുറത്തിറങ്ങിയാൽ ജീവനോടെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാൻ ചീത്തയാണെന്ന് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. കാരണം ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഫ്രണ്ടിനോട് കാഷ്വലായി ലെസ്ബിയനെ കുറിച്ച് ചോദിച്ചു. അവൾ പറഞ്ഞു, സ്വർഗാനുരാഗികൾ സമൂഹത്തിന് വെറുക്കപ്പെട്ടവരാണെന്ന്. അവർ അവരുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഇത്തരം ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതെന്ന്. ഇതിനു മുന്നേ തന്നെ ഞാൻ രക്ഷ ചേച്ചിക്ക് എന്നോടുള്ള പെരുമാറ്റം നിരീക്ഷിച്ചു തുടങ്ങിയിരുന്നു. അതിലെവിടെയും പ്രണയം കണ്ടെത്താൻ എനിക്കായിരുന്നില്ല. എന്നോട് എന്താ പറ്റിയെന്നൊക്കെ ചേച്ചി ചോദിച്ചെങ്കിലും ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് ചേച്ചിയോട് പ്രണയമാണെന്നറിഞ്ഞാൽ ചിലപ്പോൾ എന്നേക്കുമായി എനിക്ക് ചേച്ചിയെ നഷ്ടമാകും. 2 ദിവസം മുന്നേ ചേച്ചി ബൈക്കിൽ ഒരു പയ്യന്റെ പിന്നിലിരുന്ന് ഒരുപാട് സന്തോഷത്തോടെ പോകുന്നത് ഞാൻ കണ്ടു. ചേച്ചി ഒറ്റ മോളാണ്. എന്തായാലും അത് സഹോദരനായിരിക്കില്ല. അതും കൂടി ആയപ്പോൾ ഞാൻ തകർന്നുപോയി. എന്തിനു വേണ്ടി ജീവിക്കണമെന്ന് തോന്നി. വെറും ശരീരത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇതൊക്കെ. ഞാൻ ചീത്തയാണെന്ന ചിന്ത മനസ്സിൽ വേരുറച്ചു. രക്ഷച്ചേച്ചി നാട്ടിലേക്ക് പോയി ഇന്നലെ വൈകിട്ട്. രാത്രിയായപ്പോൾ എല്ലാം കൂടെ മനസ്സിൽ തികട്ടി വന്നു. മനസ്സ് കൈവിട്ടു. എന്നെ വെറുക്കല്ലേ ചേച്ചി. എനിക്ക് ചേച്ചിയോട് അതൊന്നുമില്ല. സത്യം, ചേച്ചി എനിക്ക് എൻ്റെ സ്വന്തം കൂടപ്പിറപ്പാ. തീർത്ഥയ്ക്ക് വല്ലാത്ത വാത്സല്യം തോന്നി അവളോട്. പാവം പൊട്ടിപ്പെണ്ണ്. മോളെ ചീത്തയല്ല. പ്രണയം ആർക്കു വേണമെങ്കിലും ആരോടും തോന്നാം. അതിൽ തെറ്റില്ല. സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ മാറ്റം വരുന്നതേ ഉള്ളൂ. സമയമെടുക്കും. പക്ഷേ പ്രണയത്തിനൊരു വാശി പിടിച്ചാൽ അത് തെറ്റാണ്. ആരോടാണോ ഇഷ്ടം തോന്നുന്നത് അയാളുടെ ഇഷ്ടം മറ്റൊന്നാണെങ്കിൽ ആ തീരുമാനത്തെ ബഹുമാനിക്കാൻ കഴിയണം. നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മിൽ വന്ന് ചേരും. മോള് വിഷമിക്കാതെ. എന്തൊക്കെയാണെങ്കിലും എന്നും ചേച്ചി ഒപ്പം കാണും കേട്ടോ. അവളുടെ കണ്ണീരിന്റെ നനവ് തീർത്ഥയറിഞ്ഞു. അവൾ പ്രിയയെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. പെട്ടെന്നാണ് ഒരാൾ മുറിയുടെ വാതിൽ തള്ളി തുറന്ന് കൊടുങ്കാറ്റുപോലെ ഉള്ളിലേക്ക് വന്നത്. തീർത്ഥയെ പോലും ശ്രദ്ധിക്കാതെ ആ രൂപം പ്രിയയെ കോരിയെടുത്ത് അവളുടെ കവിളിലേക്ക് ആഞ്ഞടിച്ചു. കരഞ്ഞുകൊണ്ട് അവളെ ആഞ്ഞു പുണർന്നു. മുഖമാകെ ചുംബിച്ചു. ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന പോലെ. എന്തിനടി പുല്ലേ ഈ പണി കാണിച്ചത്? ആദ്യം എന്നെ കൊന്നിട്ട് മതിയായിരുന്നു. അതാവുമ്പോ ഇത്രയും വേദനിക്കണ്ടല്ലോ എനിക്ക്. പ്രിയ പകച്ചുപോയി. തീർത്ഥയും തൻ്റെ മുന്നിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുടിയാകെ പാറിപ്പറന്നിട്ട് നിൽക്കുന്നയാളെ കണ്ട് പ്രിയ മന്ത്രിച്ചു. രക്ഷ ചേച്ചി.